99 സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് കിട്ടിയുള്ളൂ. ആ 99 സീറ്റും വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് 240 ഉള്ള BJP അട്ടിമറിക്കാൻ പോകുന്നതെന്ന വലിയ ചോദ്യം BJP അനുകൂല മാധ്യമങ്ങൾ പടച്ചുവിടുന്നുണ്ട്. എന്നാൽ 99 സീറ്റുകൾ മാത്രമല്ല കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിൻ്റെ സഖ്യമായി നിന്ന ഇന്ത്യ മുന്നണിയാണ് ഇവിടെ പ്രതിപക്ഷത്തുള്ളത്. ഇന്ത്യ മുന്നണിയുടെ മൊത്തം സീറ്റുകളാണ് നോക്കേണ്ടത്. അതിനകത്ത് സമാജ്വാദി പാർട്ടിയുണ്ട്, അതിനകത്ത് തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, അതിനകത്ത് കൃത്യമായി പറയട്ടെ ഉദ്ധവ് താക്കറെ BJP പിളർത്താൻ ശ്രമിച്ച ശിവസേനയെ നശിപ്പിച്ചു കളയും എന്ന് ദീക്ഷയെടുത്ത് മുന്നോട്ട് പോയ ഉദ്ധവ് താക്കറെയുടെ വിഭാഗം 9 സീറ്റുകളുമായി ഉണ്ട്. ശരത് പവാർ വിഭാഗം 8 സീറ്റുമായി തൊട്ട് പറയുകയുണ്ട്. ഇത്തരത്തിലേക്കാണ് ഈ രാഷ്ട്രം വലിയ രീതിയിൽ ചിന്തിച്ചത്. അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യാനാണ് കഴിയുക? BJPയുടെ അടിവേരിളക്കിയാണ് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി തരംഗം സൃഷ്ടിച്ചത്. അതേ സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരന്നിൽക്കുന്ന ഒരു വൻ ബൃഹത് ശൃംഖലയുടെ മുമ്പിൽ BJPക്ക് ഒരുപക്ഷേ മുട്ടുമടക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കൊടുക്കാത്ത ഈ ജനതയെ ഭരിക്കാൻ BJP വീണ്ടും വന്നാൽ തീർച്ചയായും അതിനുള്ള മറുപടി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കും ഇന്ത്യ മുന്നണി നീങ്ങുന്നത്. ഇന്ത്യ മുന്നണിയുടെ മുന്നിൽ 2 പ്രധാനപ്പെട്ട കാര്യമാണുള്ളത്. ഒന്ന്, BJP അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കാതിരിക്കാൻ എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ഇന്ത്യ മുന്നണി തയ്യാറാണ്. പ്രധാനമന്ത്രി പദം കൊടുക്കാൻ വരെ തയ്യാറാകുന്ന രാഷ്ട്രീയ നീക്കത്തിലേക്ക് പോകുന്നു. അഖിലേഷ് യാദവ് കൃത്യമായി പറയുന്നുണ്ട്, അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി അധികാരമോഹത്തിന് വേണ്ടി അല്ല നിൽക്കുന്നത്, ഇന്ത്യ മുന്നണിയെ ജയിപ്പിക്കാൻ വേണ്ടി എന്ത് രീതിയിലും അവർക്ക് ചർച്ച നടത്താം. മമതാ ബാനർജി ഉൾപ്പെടെ തയ്യാറായി വരുന്നു. ഇന്ത്യ മുന്നണിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ എന്ത് രീതിയിലുള്ള നീക്കമാണ് നീക്കേണ്ടത്? നിതീഷ് കുമാറിനെ കാണണമോ അതോ ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനുമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ഫോർമുല ഒരുക്കണമോ? ഇത്തരത്തിലേക്കാണ് ഇന്ത്യ മുന്നണിയുടെ ചർച്ച നീങ്ങുന്നത്. BJP അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അവകാശവാദവുമായി രാഷ്ട്രപതിയെ കണ്ട് മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിനൊക്കെ തടയിടുന്ന രീതിയിൽ ഉതകുന്ന നടപടിയുമായി ഇന്ത്യ മുന്നണി പോകുമ്പോൾ അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് ഇനിയുള്ള 24 മണിക്കൂർ അതിനിർണായകമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ രാജ്യത്ത് തൂക്കുസഭ ഉണ്ടാക്കിയതിന് ഏറ്റവും വലിയ നന്ദി കൃത്യമായി പറയുന്നത് കോൺഗ്രസിൻ്റെ അചഞ്ചലമായ തീരുമാനത്തിൽ തന്നെയാണ്. ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയപ്പോൾ തന്നെ കളിയാക്കിയ പലരുമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊരു അന്നാമലെ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം കോയമ്പത്തൂരിൽ തകർന്നടിഞ്ഞ ഒരു കാഴ്ചയാണ് കണ്ടത്. അതുമാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ പതനം ആഗ്രഹിക്കാൻ വേണ്ടി BJP നേതാക്കൾ തലങ്ങും വിലങ്ങും കളിയാക്കി പരിഹസിച്ചു. ഇന്ത്യ മുന്നണി അടിച്ചു പിരിയുമെന്നും അതൊരിക്കലും വിജയപൂർണ്ണമാവില്ല എന്നും പറഞ്ഞവർക്കൊക്കെയുള്ള മറുപടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്.